സ്വന്തം മകളുടെ വിവാഹം മുടക്കിയ ഒരമ്മയുടെ കഥ പറയട്ടെ. ഒന്നും രണ്ടുമല്ല, 7 വർഷമായിട്ട് സ്വന്തം മകളുടെ വിവാഹം ഓരോന്നോരോന്നോരോന്നായി മുടക്കുന്ന ഒരമ്മ. നിങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിക്കൂ. എന്നാൽ ഇത് ശരിക്കും നടന്ന ഒരു കാര്യമാണ്. ഒന്നല്ല, ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. മാച്ച് മേക്കിംഗ് സ്റ്റോറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനീത്, മാച്ച് മേക്കിംഗ് കൺസൾട്ടൻ്റാണ്. സ്വന്തം മകളുടെ വിവാഹം കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് മുടക്കിക്കൊണ്ടിരുന്ന ഒരു അമ്മയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയാകുകയും ഒരു കുട്ടി ഉണ്ടാകുകയും അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിച്ചു പോവുകയും ചെയ്ത ഒരമ്മയുടെ കഥ. ഈ അമ്മ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഈ കുട്ടീനെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും നല്ല ഒരു ജോലി സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പെൺകുട്ടിയുടെ 25-ാമത്തെ വയസ്സിൽ പെൺകുട്ടി ഗവൺമെൻറ് എംപ്ലോയി ആയി. 25-26 വയസ്സ് മുതൽ പെൺകുട്ടി വിവാഹം ആലോചിക്കാൻ തുടങ്ങി. നീണ്ട 32-ാമത്തെ വയസ്സ് വരെ, അതായത് നീണ്ട 7 വർഷം ഈ പെൺകുട്ടിയുടെ വിവാഹം ആലോചിച്ചു. ഒരുപാട് പ്രപ്പോസലുകൾ വന്നു ഈ പെൺകുട്ടിക്ക്. പെൺകുട്ടി കാണാൻ നല്ല സുന്ദരി ആയതിനാൽ തന്നെ വരുന്ന ഓരോ പ്രപ്പോസലിനും ഈ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പല പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഈ 26 എന്നൊരു വയസ്സായ സമയത്താണ് നമ്മളെ ഈ ഒരു അമ്മ കോണ്ടാക്ട് ചെയ്യുന്നത്. അമ്മ പറഞ്ഞു, ഈ ഒരു പെൺകുട്ടിക്ക് കുറേ നാളായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്, കുറേ പ്രപ്പോസൽ വന്നു, പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നു. അപ്പം നമ്മുടെ അടുത്ത് റിക്വയർമെൻറ്റ്സ് പറഞ്ഞു, നമ്മൾ സംസാരിച്ചു, പെൺകുട്ടിയായിട്ട് സംസാരിച്ചു, പെൺകുട്ടിയുടെ അമ്മയുമായിട്ട് സംസാരിച്ചു, അവരുടെ ഫാമിലിയായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പം ഒരു പ്രത്യേകതയും കാണുന്നില്ല, എന്തുകൊണ്ട് മുടങ്ങിപ്പോകുന്നു അങ്ങനെയുള്ള ഒരു കാര്യവും കാണുന്നില്ല. അപ്പം അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് വെച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രപ്പോസലുകൾ എടുക്കാൻ തുടങ്ങി. നമ്മുടെ കൗൺസിലേഴ്സ് അവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പറഞ്ഞ ആദ്യത്തെ റിക്വയർമെൻറ്റ്സ് വെച്ച് നമ്മളൊരു പ്രപ്പോസൽ ഏകദേശം സെറ്റായി. ഒരു ഗേൾസ് മീറ്റിംഗ് അല്ലെങ്കിൽ ഗ്രൂം ബ്രൈഡ് മീറ്റിങ്ങിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോയി. ഇത് കണ്ടു, പെൺകുട്ടിക്കും ചെറുക്കനും ഇഷ്ടപ്പെട്ടു. അതവർ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഈ അമ്മയോട് ചോദിച്ചു, എപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ചെറുക്കൻ്റെ വീട് കാണാൻ പോകാൻ പറ്റുന്നത് എന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, വീട്ടിലെ എൻ്റെ ആങ്ങളമാരുണ്ട്, അവരോടൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മളിവർ പലപ്പോഴായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴൊന്നും ഇവർ എടുക്കുന്നില്ല. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു കേസാണ് ഞാൻ പറയുന്നത്. എടുക്കുന്നില്ല. പിന്നീട് അമ്മ നമ്മളെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഈ കുട്ടിയുടെ ജാതകം ഒത്തുനോക്കി, ഒന്നോടെ ഒരു നല്ല ജോത്സ്യൻ്റെ അടുത്ത് വെച്ച് ഒത്തുനോക്കി. അപ്പം ഈ ഒരു ജാതകത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത പ്രപ്പോസൽ നോക്കാം എന്ന് പറഞ്ഞു. ഈ അമ്മ അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം കൂടെ ഉണ്ട്, എനിക്കൊരു മകളുടെ ഇഷ്ടപ്രകാരം ഒരു റിക്വയർമെൻറ്റ്സിലൊരു മാറ്റമുണ്ട്. പെൺകുട്ടിക്ക് ഗവൺമെൻറ് എംപ്ലോയിനെ അല്ല വേണ്ടത്, പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളെയാണ് വേണ്ടത്, ക്വാളിഫിക്കേഷൻ എന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളങ്ങനെ കുറച്ച് നാൾക്ക് പ്രപ്പോസൽ നോക്കി അവസാനം നമുക്കതുപോലെ തന്നെ അവർ പറഞ്ഞ റിക്വയർമെൻറ്റ്സിൽ ഒരു പ്രപ്പോസലോട് കിട്ടി. അപ്പോൾ ഇത് സംസാരിച്ചു, പെൺകുട്ടീനെ വന്ന് കണ്ടു, അവർ മീറ്റ് ചെയ്തു, സംസാരിച്ചു, ഫോണിൽ കോൺവെർസേഷനായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ ഒരു പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ജാതകത്തിൻ്റെ പ്രശ്നമാണ്, ദൂരത്തിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ 2 പ്രപ്പോസലായി. അതിനുശേഷം നമ്മളൊരു 4 പ്രപ്പോസലും കൂടെ എടുത്തു കൊടുത്തു. അപ്പോൾ ഓരോ പ്രപ്പോസൽ കഴിയും തോറും ഇതിന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇത് മുടങ്ങിക്കൊണ്ടേയിരുന്നു. അവസാനം നമ്മൾ പെൺകുട്ടിയായിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ മാച്ച് മേക്കർ പെൺകുട്ടിയായി വിളിച്ചു, സംസാരിച്ചു. ആദ്യമൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അങ്ങനെ 1-2 പ്രാവശ്യം പെൺകുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് പെൺകുട്ടിയും മാച്ച് മേക്കറും തമ്മിൽ ഉണ്ടായി. അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ പെൺകുട്ടിയുടെ 26-ാമത്തെ വയസ്സ് മുതൽ വരുന്ന ഒരു വിവാഹാലോചനയും ഈ പെൺകുട്ടിക്ക് അമ്മ പല പല കാരണങ്ങൾ കൊണ്ട് പറഞ്ഞ് അത് നടക്കാതെ പോകുന്നു. അപ്പം യഥാർത്ഥത്തിൽ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയപ്പം അമ്മയ്ക്ക് ഈ പെൺകുട്ടിയോട് അതിയായ സ്നേഹവും ഒരു ഒറ്റപ്പെടും, അതായത് ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോയാൽ ഒറ്റപ്പെടും എന്നുള്ളൊരു ചിന്തയും അമ്മയ്ക്ക് ഉടലെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് പെൺകുട്ടിയോട് പലപ്പോഴായിട്ട് ഈ അമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായും ഈ പെൺകുട്ടി പറഞ്ഞു. നിൻ്റെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ എനിക്ക് ആരുണ്ട്, ഞാനപ്പം നിൻ്റെ കൂടെ ജീവിച്ച് വന്നിട്ട് പെട്ടെന്ന് നീ പോകുമ്പോൾ എനിക്ക് നിന്നെ ഇല്ലാതെ പറ്റില്ല
എന്നൊരു കാര്യവും ഈ പെൺകുട്ടി അമ്മയോട്, അല്ലെങ്കിൽ അമ്മ പെൺകുട്ടിയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഈ പെൺകുട്ടി നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പം നമ്മളിത് ഒബ്സർവ് ചെയ്തു, അമ്മയായിട്ട് സംസാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അവളുടെ എന്തായാലും വിവാഹം കഴിച്ചു വിടണമല്ലോ, അതാണല്ലോ നാട്ടു നടപ്പ്. അപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. പല പല പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് ഈ ചെറുക്കനുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങളിത് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പ്രൊപ്പോസലും കൂടെ നോക്കാം, നല്ലൊരു പ്രൊപ്പോസലായിരിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു യൂറോപ്യൻ കൺട്രിയിലുള്ള ആളായിരിക്കണം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അത് കറക്റ്റായിട്ട് തന്നെ നമുക്കൊരു പ്രൊപ്പോസൽ എടുക്കാനും പറ്റി. അവരോട് സംസാരിച്ചു. അപ്പോൾ പെൺകുട്ടിയായിട്ട് നമ്മുടെ മാച്ച് മേക്കർ നേരത്തെ സംസാരിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഈ ഒരു പ്രൊപ്പോസലിന് ഓക്കെ പറഞ്ഞാലും അമ്മ വേറെ എന്തെങ്കിലും ഒരു കാരണം ഇതിന് കണ്ടെത്തും. പെൺകുട്ടിക്ക് അതിയായ ആഗ്രഹമുണ്ട്, വിവാഹം കഴിച്ച് മറ്റൊരു ഫാമിലിയിലേക്ക് പോകണം, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ താമസിക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്. ഇത് പെൺകുട്ടി നമ്മുടെ മാച്ച് മേക്കറുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രൊപ്പോസൽ കൊടുത്തു. പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ അമ്മ അത് കാണാൻ വരുന്നതിന് തൊട്ട് മുമ്പ് അത് വേണ്ടെന്ന് വെച്ചു. ജാതകത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് വേണ്ടെന്ന് വെച്ചു. നമ്മൾ ജാതകം പല ആൾക്കാരുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. അത് എല്ലാം കറക്റ്റാണ്, അത് ഉറപ്പായിട്ടും ചേരുന്ന ജാതകം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ തീരുമാനിച്ചു അമ്മേനെ വിളിച്ച് സംസാരിക്കാം എന്ന് തീരുമാനിച്ചു. അമ്മേനെ വിളിച്ചു. അമ്മ, ഇത് ഇങ്ങനെ പോയാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അമ്മ തന്നെ ഒരു തീരുമാനം എടുക്കൂ, നല്ലൊരു ഇതിന് വേണ്ടിയിട്ട് പ്രാപ്തയാകൂ, അല്ലെങ്കിൽ മനസ്സതിനെ ഒന്ന് സജ്ജമാക്കൂ, എന്നിട്ട് നമുക്ക് വിവാഹം ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് കുറേ നാളത്തെ കമ്മ്യൂണിക്കേഷനോട് അവരുമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു വർഷത്തിന് ശേഷം ഈ അമ്മയുടെ ഒരു മിസ് കോൾ നമ്മുടെ ഫോണിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ മാച്ച് മേക്കർ അവരെ തിരിച്ചു വിളിക്കുകയും, അപ്പോൾ കോൾ എടുത്തില്ല. അതിനുശേഷം വീണ്ടും കോൾ വന്നു. ആ സമയത്ത് ഞാനാണത് കണ്ടത്. അപ്പം ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അമ്മ ആദ്യം പറഞ്ഞ്, മക്കളെ എല്ലാം പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ അവിടുന്ന് കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഒന്ന് സമാധാനിക്ക്, ഒന്ന് വ്യക്തമായിട്ട് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, മകൾ എന്നെ വിട്ടുപോയെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു മകൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു, മരിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എന്താണെന്നത് എനിക്ക് മനസ്സിലായില്ല, വ്യക്തമായിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, അവളുടെ കൂടെ ജോലി ചെയ്യുന്ന, ഗവൺമെൻറ് എംപ്ലോയി ആണ്, അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് അവൾ ഒളിച്ചോടിയെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ എനിക്കിത് ആദ്യം കേട്ടപ്പം പെട്ടെന്നൊരു അയ്യോ എന്ന് തോന്നിയെങ്കിലും പിന്നെ എനിക്കൊരു ചിരിയാണ് വന്നത്. കാരണം വേറൊന്നുമല്ല, കാരണം 7 വർഷമായിട്ട് ഈ പെൺകുട്ടി വിവാഹാലോചന നോക്കുന്നു, ഓരോരോ പ്രൊപ്പോസലുകൾ വരുന്നു, അമ്മ അതെല്ലാം മുടക്കുന്നു. ഈ മുടക്കുന്നതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രമാണ് അമ്മ ഓരോ വിവാഹവും ഒഴിവാക്കുന്നത്. അപ്പം ചിരി വന്നെന്ന് പറഞ്ഞ് നമ്മളപ്പോൾ ചിരിക്കുകയല്ല ചെയ്ത്, അമ്മയുടെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു. അമ്മ പറഞ്ഞു, ഒരേ കാസ്റ്റ് അല്ലെങ്കിലും പെൺകുട്ടിയായിട്ട് നല്ലതായിട്ട് ചേരും. അവൻ 1-2 പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്, ഓരോരോ ഓഫീസിൻ്റെ പല ആവശ്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറുക്കനെ എനിക്കറിയാം. പക്ഷേ അവരിൽ എൻ്റെ അടുത്ത് ഒന്നും പറയാതെ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അവർ ഇതിനു മുമ്പ് 1 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തിരുന്നു, ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല മക്കളെ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമ്മ, നമ്മൾ ആളുമായിട്ട് സംസാരിക്കാം, എന്നിട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു. അമ്മ തന്നെ ആ ചെറുക്കൻ്റെ നമ്പരും എനിക്ക് തന്നു, ആ പെൺകുട്ടിയുടെ നമ്പർ പുതിയ നമ്പറായിരുന്നു, അതും തന്നു. അപ്പം അന്ന് നമ്മൾ വിളിച്ചില്ല. 2 ദിവസത്തിന് ശേഷം നമ്മുടെ മറ്റൊരു കൗൺസിലർ ആളെ വിളിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പം അവർക്കിതിലൊരു പ്രശ്നവുമില്ല. കാരണം അമ്മ ഒറ്റയ്ക്കാകും എന്നുള്ളൊരു ചിന്തയെ പെൺകുട്ടിക്കുണ്ടായിരുന്നില്ല. കാരണം അവർ താല്പര്യമുണ്ട് അമ്മേനെ കൂടെ കൂട്ടാനും, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോയി നിൽക്കാനും ഇവർക്ക് 2 പേർക്കും താല്പര്യമുണ്ട്. പക്ഷേ അമ്മ എങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഇതുകൊണ്ട് അവർ 2 പേരും അമ്മേനെ വിളിക്കുകയോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോകുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റിലേറ്റീവ്സുമായിട്ട് കണക്ട് ചെയ്തു, അവർ സംസാരിച്ചു, മധ്യസ്ഥരായി. അങ്ങനെ സംസാരിച്ച് ഇവർ 2 പേരും ഒന്നിച്ച്, അതായത് ഒരു ഫാമിലി, അമ്മയുടെ ഫാമിലിയിലേക്ക് വരികയും അവിടെ നിൽക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. സ്വന്തമായിട്ട് ചെറുക്കന് വീടുണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും ചെറുക്കൻ പറഞ്ഞു, ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കാം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരിക്കൽ അമ്മേനെ യാദർച്ഛികമായിട്ടൊന്ന് വിളിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കൊരു കുഞ്ഞാവ ഉണ്ടായി. അപ്പോൾ അമ്മ ആ കുഞ്ഞാവിനെ കളിപ്പിക്കുന്നു. അങ്ങനെ അമ്മയുടെ സമയം തള്ളി നീക്കണം. അമ്മ ഇപ്പം അതിയായ സന്തോഷവതിയാണ്. അപ്പം ഇത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് സ്വന്തം മകളുടെ ജീവിതം, അല്ലെങ്കിൽ അമ്മ ഒറ്റപ്പെടുമെന്നുള്ള ചിന്ത കൊണ്ട്
അമ്മ മകളിൽ വരുന്ന ഓരോരോ നല്ല പ്രൊപ്പോസലുകൾ നീക്കിക്കൊണ്ടേയിരുന്നു. ഇത് ശരിക്കും പല വീടുകളിലും, അല്ലാതെ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളുമാണ്. ഇത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കൗൺസിലറുമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഒരു ഉപദേശം തേടുകയും ചെയ്താൽ വളരെ ആയാസകരമായി ഇതിനെ മറികടക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. സ്വന്തം മകളുടെ വിവാഹം മുടക്കിയ ഒരു അമ്മയെക്കുറിച്ച് പറഞ്ഞത് നിർത്തുകയാണ്. ഇനി ഇതുപോലെ വേറൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.